ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിവിൻ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആരോ ഫോൺ ചെയ്യുന്നത് കേട്ടുകൊണ്ട് രാജേശ്വരി വരുമ്പോൾ രാജേശ്വരി പറയുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് മകൻ്റെ പിന്നിൽ കൂടെ ചാരന്മാരെ അയക്കുന്നത് മോശമായിട്ടുള്ള പരിപാടിയാണ് അമ്മയെന്ന് പറയുകയാണെ. മകൻ നല്ല വഴിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ അറിഞ്ഞത് ചാരപ്പണിക്ക് ഇറങ്ങിയിട്ടൊന്നുമല്ല. നമ്മുടെ റിസോർട്ടിൻ്റെ അക്കൗണ്ട് മുഴുവനും ആ ബാങ്കിലാണ്. അതൊന്നും എനിക്കറിയില്ലായിരിക്കും എന്ന് പറയാണ് കേട്ടോ. പിന്നെ ടീ കപ്പ് റിസോർട്ടിൻ്റെ ഓണറായിട്ടുള്ള രാജേശ്വരിയുടെ മകൻ ഇങ്ങനെ 20-30 ലക്ഷത്തിന് വേണ്ടിയിട്ട് ബാങ്കുകാരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത് എനിക്ക് അപമാനമാണ്. നീ അതിനെക്കുറിച്ച് ഓർത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാണ് കേട്ടോ. എനിക്കറിയാം അരവിന്ദേട്ടൻ്റെ മരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ അവരെയൊന്നും എനിക്കറിയാം. അക്കാലത്തിൽ അനാഥരായി പോയ ഒരു കുടുംബത്തോടുള്ള നിൻ്റെ സഹതാപവും എനിക്ക് മനസ്സിലാവും. ഞാൻ കല്ലൊന്നുമല്ല, വേണമെങ്കിൽ 10-20 ലക്ഷം രൂപ ഞാൻ തരാം, എന്താ അത് പറ്റുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് നിവിൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അത് പറ്റില്ലല്ലേ. അപ്പോൾ പിന്നെ ഇനി മേലിൽ എൻ്റെ മോൻ അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓടിക്കുന്നൊക്കെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നിളയും യമുനയും കൂടിയിട്ട് അലക്കാനായി കുളിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിളയ്ക്ക് തല കറങ്ങാണ്. ആ തല കറങ്ങി അങ്ങനെ തന്നെ ബോധം കെട്ട് വീഴാണ്. അപ്പോൾ ഗീത പിച്ചിയ കാര്യമൊക്കെ എന്തിനാണ് വിനീതേട്ടനോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ യമുന. ആ സമയത്താണ് തല കറങ്ങി വീഴുന്നത്. അങ്ങനെ യമുന വേഗം തന്നെ നിളനെ തോളിലെടുത്തിട്ട് റോഡിലേക്ക് ഓടാണ്. കുറേ വണ്ടികൾക്ക് കൈ കാണിച്ചെങ്കിലും വണ്ടികളൊന്നും നിൽക്കുന്നില്ല. അവസാനം നരേൻ്റെ വണ്ടി വരികയാണ്. അന്നേരം നരേൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുമ്പോൾ നരേൻ വണ്ടി നിർത്തിയിട്ട് അവരെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ യമുന പറയുന്നു ഹെൽപ്പ് ചെയ്യുമോ ചേട്ടാ, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് ചോദിക്കുകയാണ്. എമർജൻസി ആണെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറയും കേട്ടോ. അപ്പോൾ യമുന ഡോറൊന്ന് തുറക്കാൻ സഹായിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ യമുന ഒറ്റയ്ക്ക് തന്നെ ഡോറൊക്കെ തുറന്ന് മോളെ ഉള്ളിലേക്ക് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. വേഗം പോ ചേട്ടാ, വേഗം പോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അത്ര സ്പീഡിലാണ് കേട്ടോ നരേൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഹോസ്പിറ്റലിലാക്കി എത്തി അറ്റൻഡറെ വിളിച്ച് നിളമോളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് നരേൻ വേഗം തന്നെ വണ്ടി കയറിയിട്ട് പോവുകയാണ്. ഒന്നും പറയുന്നൊന്നുമില്ല. ഇതേ സമയം മുത്തശ്ശിയും അമ്മയും കൂടിയിട്ട് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ യമുനനെ. എന്നിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും കാണട്ടെ, ഞാൻ നല്ല അടി കൊടുക്കുന്നുണ്ട്, ഇത്ര നേരം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവരെ കാണാണ്ടാവുമ്പോൾ അവർ പേടിക്കുകയാണ്. അങ്ങനെ വീണ്ടും യമുനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ താഴ്ത്തിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ യമുനയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശാരദയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് യമുന പറയാണ് അമ്മേ ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറയാം. ഹോസ്പിറ്റൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അനീമിക്കാണ്, ഭക്ഷണത്തിൻ്റെ കുറവുണ്ട് എന്നുള്ള മോൾക്ക്, അപ്പോൾ ട്രിപ്പ് ഇട്ടിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അങ്ങനെ ശാരദ ആകെ വിഷമിക്കുകയാണ്. ഗംഗേച്ചിനെയും കാവേരി ചേച്ചിനെയും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുകയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് ഗംഗയും കാവേരിയും കൂടി എത്താണ്. അങ്ങനെ കാവേരി മോളെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് വിളിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ, പിന്നെ അതേ ഈ ഒരു ടെസ്റ്റ് ഒന്ന് ചെയ്യണം, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോകാമെന്ന് പറയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ഇവിടെ നിങ്ങളെ കൊണ്ടുവന്ന ചെറുപ്പക്കാരനെ നീ മുമ്പ് കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ കാവേരിയും ഗംഗയും. ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം യമുന പറയാണ് പൈസ മുഴുവനും അടച്ചാൽ മാത്രമേ വീട് തിരിച്ചു തരുള്ളൂ എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പരമാവധി അവസരം മുതലാക്കുകയാണെന്ന് ഗംഗ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ജയബാലങ്കിളിനോടൊന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാവേരി ചൂടാവണം, നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് യമുനെ വഴക്ക് പറയാണ് കേട്ടോ. അപ്പോൾ പരിസരം പോലും നോക്കാതെയാണ് കേട്ടോ കാവേരി അങ്ങനെ പറയുന്നത്. ലാസ്റ്റ് കാവേരി പറയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും അങ്ങേരൊന്ന് തിരിഞ്ഞു നോക്കിയോ, അവിടെ നിന്ന് നമ്മളെ ഇറക്കി വിടുമ്പോൾ പറഞ്ഞത് ബാങ്കിൽ എത്ര രൂപ അടയ്ക്കാനുണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് ഈ നേരം വരെ നമ്മളെ തിരിഞ്ഞു നോക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി എന്തായാലും ആരുടെ ഔദാര്യം ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട് തിരിച്ചെടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഗംഗ തൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ യമുനയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണ ഒരാളെ സഹായം ഇല്ലാതെ നമുക്ക് വീട് തിരിച്ച് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് 3 പേരും ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ സ്വർണ്ണമൊക്കെ പണയം വെച്ചിങ്ങായിട്ട് അത്രയും 30 ലക്ഷം രൂപയും കൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ അപ്പോൾ വീട് തിരിച്ചു കൊടുക്കില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ കാവേരി ചൂടാവാണ്, മുഴുവൻ തുകയും ഞങ്ങൾ കൊണ്ട് തന്നില്ലേ, എന്നിട്ടും വീട് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞത് എവിടത്തെ ന്യായമാണെന്ന് ചോദിച്ചിട്ട് കാവേരി പൊട്ടിത്തെറിക്കണേ കേട്ടുകൊണ്ടാണ് നരേൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ സംസാരം മുഴുവൻ ബാങ്കിൽ നിന്നുകൊണ്ട് നരേൻ കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഇവർ രണ്ടുപേരും ചൂടാവാണ് കേട്ടോ. പൈസ അടച്ചിട്ടും വീട് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അറിയണമെന്ന് പറയും. അതിനുശേഷം മാനേജറെ കണ്ട് നരേൻ സംസാരിക്കുകയാണ്. ആ കുട്ടികളുടെ വീട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കണം, ആ വീട്ടിൽ തന്നെ അവർ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് നരേൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് നരേൻ ഇറങ്ങി പോകുന്നതും കാവേരി പിന്നെ കൂടെ നരേനെ കാണാനായിട്ട് ഓടി ചെല്ലുന്നതാണ് കേട്ടോ. ഇത്രയാണ് എപ്പിസോഡിലും പ്രമോലും ആയിട്ട് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.